കൂവളം. ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ വാസവൃക്ഷമാണ് കൂവളം. ഒരു കൂവളം നട്ടാൽ അശ്വമേധയാഗം നടത്തിയതിന് തുല്യം, കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയതിന് തുല്യം, 1000 പേർക്ക് അന്നദാനം നടത്തിയതിന് തുല്യം, ഗംഗാസ്നാനം നടത്തിയതിന് തുല്യം തുടങ്ങിയ സൽഫലങ്ങൾ ലഭ്യമാകുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. കൂവളം നട്ട് ശുദ്ധവൃത്തിയോടെ പരിപാലിക്കുന്നത് ശിവപ്രീതിക്കും, നശിപ്പിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യുന്നത് ശിവകോപത്തിനും കാരണമാകും. ശ്രീപരമേശ്വരൻ്റെ തൃക്കണ്ണിനോട് സാമ്യം വരത്തക്ക രീതിയിൽ 3 ഇതളോടുകൂടിയ ഇലകൾ ശിവപൂജയ്ക്ക് അത്യുത്തമമാണ്. ഭവനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കൂവളം വളർത്തി ചുവട്ടിൽ ദീപം തെളിക്കുന്നത് ഐശ്വര്യദായകമാണ്. കൂവള ചുവട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ശിവപൂജ നടത്തുന്നത് ജന്മാന്തര പാപമോക്ഷം ലഭിച്ച് ദേവതുല്യമായി ഭവിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ കൂവളത്തിലെ പൂജയ്ക്കായി സമർപ്പിച്ച് ബില്വാഷ്ടകം ചൊല്ലി നമസ്കരിക്കുന്നത് ഇരട്ടി ഫലം നൽകും. മാസപ്പിറവി, പൗർണമി, അമാവാസി, അഷ്ടമി, നവമി, ചതുർത്ഥി, തിങ്കളാഴ്ച ദിവസങ്ങളിൽ കൂവളത്തില പറിക്കാൻ പാടില്ല. തലേ ദിവസം പറിച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ദേവസാന്നിധ്യമുള്ള കൂവളത്തിൽ നിന്നും ശുദ്ധവൃത്തിയോടെ മാത്രമേ ഇലകൾ ശേഖരിക്കാവൂ. സർവരോഗ സംഹാരിയായ കൂവളത്തെ ദിവ്യ ഔഷധങ്ങളുടെ ഗണത്തിലാണ് അഷ്ടാംഗ ഹൃദയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്തിര നക്ഷത്രത്തിൻ്റെ നാൾവൃക്ഷമായ കൂവളം നട്ട് പരിപാലിക്കുന്നത് ആ നാളുകാർക്ക് ഐശ്വര്യമാകും. വിവിധ പൂജകൾക്കും വഴിപാടുകൾക്കുമായി ധാരാളം പണം ചിലവഴിക്കുന്നവർ കൂവളം പോലെയുള്ള ദിവ്യവൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുന്നത് ദരിദ്രർക്ക് പോലും ഈശ്വരാനുഗ്രഹവും ആത്മസംതൃപ്തിയും നേടാൻ സഹായിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക.